സെക്രട്ടറി നമസ്കാരം. നമസ്കാരം. ഒരു വണ്ടിയുടെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നാ. ഇപ്പം എത്ര കാറുണ്ടാവും? ഇവിടെ ഇപ്പം 5 കാണും. ഏതൊക്കെയാണെന്ന് വല്ല എനിക്ക് അത്ര നല്ല നിശ്ചയമില്ല. കാരണം ഈ വണ്ടി മോഡൽ വരുമ്പോൾ ഈ ബെൻസാണെങ്കിൽ തന്നെ മോഡൽ വരുമ്പോൾ ഓരോന്ന് വാങ്ങും. പഴയത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആളുകൾ വില തരത്തില്ല. അപ്പോൾ ഞാൻ കൊടുക്കത്തില്ല. സെക്രട്ടറിയുടെ ഒരു ഇഷ്ടവാഹനം ബെൻസാന്ന് തോന്നുന്നല്ലേ? വളരെ കൊല്ലങ്ങളായിട്ട് എനിക്കൊന്നും ഒരു 10-40 കൊല്ലമായിട്ട് ഞാനതിലെ യാത്ര. ഇന്ത്യയിൽ ബെൻസ് ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വാങ്ങിച്ചായിരുന്നു. അതിപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 28 കൊല്ലമായി കാണണം. ഈ കൈ വെച്ചേക്കുന്ന വണ്ടി എന്നാ വാങ്ങിച്ചത്? 1967. അത് 1967 ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ പേരിലല്ല ഇത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരില്ല, മാതൃഭൂമി വർഗീസ് എന്ന് പറയും. ആ വർഗീസിൻ്റെ പേരിൽ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ആ വണ്ടിയാണ് വന്ന. രജിസ്ട്രേഷൻ നോക്കിയാൽ ആദ്യത്തെ രജിസ്ട്രേഷൻ വർഗീസിൻ്റെതാണ്. വർഗീസിൻ്റെ പേരിൽ ഞാൻ എടുത്തു. സെക്രട്ടറി പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടി ഇതാണോ? ആദ്യമായിട്ട് പുതിയതായിട്ട് എടുക്കുന്ന വണ്ടി ഇതാണ്. അത് മുമ്പ് എടുത്തതെല്ലാം അത് മുമ്പ് ഹെറാൾഡായിരുന്നു. അതൊരു 4-5 മാസം പഴക്കമുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു അന്ന്? അന്നെന്ന് പറഞ്ഞാലും ഈ അംബാസഡർ കാറെന്ന് പറഞ്ഞാൽ അന്ന് കിട്ടാൻ പ്രയാസമല്ലേ. 2-3 കൊല്ലം ഇരിക്കാതെ അംബാസഡർ കാർ എവിടെ നിന്നും കിട്ടാൻ കൽക്കട്ടയിൽ നിന്നല്ലേ വരുന്നത്. കൽക്കട്ടയിൽ നിന്ന് ബുക്ക് ചെയ്തിവിടെ വരിക എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടിവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിയും. അപ്പോൾ അന്ന് തന്നെ 16 രൂപ, 14,000 രൂപ, 15,000 രൂപ ഇതിൻ്റെ വിലയുള്ളൂ. ഏറ്റവും സൂപ്പർ അംബാസഡർ, അത് കഴിഞ്ഞ് ഫിയറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് കാറും അത്രയുള്ള കാറല്ലേ. പിന്നെ മോറീസ് ഉണ്ടായിരുന്നു, ചെറിയ വണ്ടി. സെക്രട്ടറി ഇതിൽ എത്ര ദൂരം പോയിട്ടുണ്ടാവും? ഏകദേശം 1000 കിലോമീറ്റർ. 1000 കിലോമീറ്റർ. ഏറ്റവും ദൂരം പോയത് എവിടെ, ഏത് ദൂരത്തായിരിക്കും ഈ വണ്ടിയിൽ? ഒരുപാട് പുണ്യക്ഷേത്രങ്ങൾ, വടക്കേണ്ടിയിലുള്ള പുണ്യക്ഷേത്രങ്ങളിലെല്ലാം ഇത് പോയിട്ടുണ്ട്. വില കിട്ടാത്തതുകൊണ്ടാണോ അതൊരു ആത്മബന്ധമുള്ളത്? ആത്മബന്ധം വെച്ചാൽ ഞാൻ മാത്രമല്ല, ഗൗഡസരസ ബ്രാഹ്മണരാണ്, അവരുടെ ആത്മീയ നേതാവുണ്ട്. അദ്ദേഹം ഈ വണ്ടിയായിട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ നാരായണ ഭട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞേ, അങ്ങനെ ഒരുപാട് പുണ്യക്ഷേത്രങ്ങളിൽ പോയ വണ്ടിയല്ലേ, അതുകൊണ്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്നില്ല. ഇങ്ങനെ കാശൊക്കെ ചിലവാക്കി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. പഴയ വണ്ടി അതേപോലെ ഒരു മാറ്റങ്ങളൊന്നും വരുത്താതെ അങ്ങനെ ഇട്ടിരിക്കുന്നു. ഈ വണ്ടി ഒരിക്കലും എനിക്ക് സാധിച്ചിട്ടില്ല. കാര്യമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. എത്രയോ ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്കൊരു ഐശ്വര്യമുള്ളൊരു വണ്ടി, നല്ല വണ്ടി, ഒരു ചതിവും ചെയ്യാത്ത വണ്ടി. നമ്മുടെ റോഡ് കണ്ടീഷനിൽ യാത്ര ചെയ്താൽ അപ്പോൾ ഞാൻ ചെറുപ്പമാണെന്ന് വിചാരിച്ചു, വലിയ അസുഖമോ കുടുക്കോ ഒന്നും തോന്നാറില്ല. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടി എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ പേരിൽ ബുക്ക് ചെയ്ത് ആ വാൻ ഇപ്പോൾ ഇല്ല, അത് ഞാൻ ട്രാൻസ്ഫർ ആക്കി വണ്ടി. അപ്പം വണ്ടി വിശേഷം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു.